ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്ന് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പോസ്റ്റിനകത്ത് പറയുന്നത്. അങ്ങനെ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ആളുകൾ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് ലൈക്കായിട്ടൊന്ന് കൊടുത്തേക്കണേ. എത്ര ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കമൻറ്റ് കൂടെ ഒന്ന് ചെയ്തേരെ നിങ്ങളുടെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. കാരണം ഇനി ഒരുപാട് വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് പുള്ളിയെ പിന്തുണയ്ക്കാനുണ്ട്. ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ രാഹുലിനെ പൂർണ്ണ പിന്തുണയുമായിട്ട് കൂടെ കൂടാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ പരാതിക്കാരി വീണ്ടും രംഗത്ത് വന്നേക്കുവാണ്. ഈ രണ്ടാമത്തെ പരാതിക്കാരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയമാണ്. കാരണം നമ്മൾ ഈ ഒരു പരാതിയുമായിട്ട് വന്നതിന് ശേഷം പിന്നെ ഈ രണ്ടാമത്തെ പരാതിക്കാരിയെ കണ്ടിട്ടേയില്ല. ഒന്നാമത്തെയും പിന്നെ മൂന്നാമത്തെയും പരാതിക്കാരിയാണ് കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പരാതിക്കാരി ഇപ്പം വീണ്ടും രംഗത്ത് വന്നേക്കുവാണ്. രാഹുൽ മാങ്കൂട്ടം പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വാട്സാപ്പിലൂടെ ഇതുപോലെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ SITക്ക് പരാതി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വന്നിട്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും ദിവസം ഈ രണ്ടാമത്തെ പരാതിക്കാരി എവിടെയായിരുന്നു? അപ്പോൾ ഇപ്പോൾ പുതിയൊരു കള്ളപ്പരാതി കൊണ്ട് വന്നേക്കുവാണ്. ഈ രണ്ടാമത്തെ പരാതിക്കാരിയായിട്ടുള്ള ഇവരെ ഈ അതിജീവിത എന്ന് വിളിച്ച് നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. നമ്മളല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം ഈ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ അതിജീവിത എന്ന് പറഞ്ഞ് പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ഈ രണ്ടാമത്തെ പരാതിക്കാരി ഇപ്പോൾ രംഗത്ത് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം വാട്സാപ്പിലൂടെ വിളിക്കാൻ ശ്രമിച്ചു, അതുപോലെ ഈ കേസിന് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് SITക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും തെളിവുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഉള്ളതാണോ കള്ളമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഇത് കള്ളപ്പരാതിയാണ്. നമുക്ക് ഇത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കേസാണ്. അത് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇല്ലാത്ത ഈ രണ്ടാമത്തെ പരാതിക്കാരി ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടം ജയിലിൻ്റെ പുറത്ത് നിന്നിട്ട് പോലും ഈ ഒരു 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് ഇട്ടല്ലോ. അപ്പോൾ അതിനൊക്കെ മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ആരുമായിട്ടും ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഇവരെ ബന്ധപ്പെടാനോ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഒന്ന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടം ഒത്തുതീർപ്പിനൊന്നും ശ്രമിച്ചതായിട്ടോ നമ്മൾ ആരും ഒരിടത്തും കണ്ടതുമില്ല, കേട്ടിട്ടുമില്ല, അല്ലേ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകത്തില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന കുറേ കള്ളക്കിളവന്മാരെല്ലാം കൂടെ ചേർന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രനായിട്ട് നിൽക്കും. കാരണം ഇതിൻ്റെ പുറവിൽ കളിച്ചിട്ടുള്ള ആരൊക്കെയാണെന്ന് സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ വരെയാണ് ഇതിൻ്റെ പുറവിൽ കളിച്ചിട്ടുള്ളതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം പുള്ളി പാലക്കാട് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ്. പക്ഷെ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് പരസ്യമായി ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള രാഹുലിൻ്റെ പതനം, രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്ത് കളയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞപ്പോഴത്തേക്ക് പുതിയൊരു കഥയുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇപ്പം ജാമ്യം അനുവദിച്ച് രാഹുൽ മാങ്കൂട്ടം പുറത്തുണ്ട്. അപ്പം ഇപ്പോൾ കോടതി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, പുറത്തിറങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഇവരെ ബന്ധപ്പെടാനോ ശ്രമിക്കല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുതലെടുത്ത് അത് വെച്ചിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുവാണ്. രാഹുൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ചാറ്റ് പുറത്ത് വേണം. രാഹുൽ വിളിച്ചു എന്ന് പറയുന്ന ആ വാട്സപ്പ് ഇത്രയും നിങ്ങൾ കുറേ മെസ്സേജും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ പുറത്ത് വിട്ടു. അപ്പോൾ ഇതും കൂടെ ഒന്ന് പുറത്ത് വിടട്ടെ, ജനങ്ങളൊന്ന് കാണട്ടെ, ജനങ്ങൾക്കൊരു വിശ്വാസം വരട്ടെ. രാഹുൽ വിളിച്ചതായിട്ടും രാഹുൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചതായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ 28-ാം തീയതി രാഹുലിനെ കോടതി ഹാജരാവാൻ പറഞ്ഞേക്കുവാണ്, അഡ്വക്കേറ്റിൻ്റെയോടൊപ്പം ഹാജരാവാൻ പറഞ്ഞേക്കുവാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറവിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് SITക്ക് വേണം. കാരണം ഫോണ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോണ് കൈ കിട്ടാൻ വേണ്ടിയിട്ട് പല അടവുകളും നോക്കിയതാണ്. രാഹുൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാഹുലിൻ്റെ മുമ്പിൽ നിന്ന് മാത്രമേ ഈ ഫോണ് ഉപയോഗിക്കാവൂ, ഫോൺ അയച്ച് ഇതിനകത്ത് ചെക്ക് ചെയ്യാവൂ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവർക്ക് പറ്റത്തില്ല. ഇവർ ഫോണ് കയ്യിൽ വേണം, ഇവർ വിശദമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ തിരിച്ചു തരൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള ഫോണിനകത്ത് തെളിവുകളൊന്നും നശിപ്പിക്കല് അല്ലെങ്കിൽ ഒന്നും ഡിലീറ്റ് ആക്കല് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫോണ്
ഈ പറഞ്ഞിട്ടുള്ള രാഹുലിൻ്റെ കൈവശം വയ്ക്കാൻ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവർ ഫോണ് SIT കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഇവർ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പം ഈ ചാറ്റുകൾ രാഹുലിൻ്റെ കയ്യിൽ സേഫായിട്ടുള്ള രാഹുലിന് അനുകൂലമായിട്ടുള്ള ചാറ്റുകളൊക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പല രീതിയിലും ആക്കി അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് വീണ്ടും രാഹുലിനെ പൂട്ടാനുള്ള അല്ലെങ്കിൽ രാഹുലിനെ കുറുക്കാനുള്ള പല പരിപാടികളും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഫോൺ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫോൺ കിട്ടാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ പരാതിക്കാരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കഥ അടിച്ചിറക്കി വിട്ടേക്കുന്നതെന്ന് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത് ഉള്ളയാണോ കള്ളമാണോ അല്ലേ? ഈ ഫോണിന് വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. എന്തായാലും ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു വ്യക്തിയുടെ ഒരു ഒരു കുറ്റവാളി അല്ലാത്തൊരു വ്യക്തിയുടെ നിരപരാധിയായിട്ടുള്ള കോടതി വരെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണിത്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് കോടതി വരെ പല സമയങ്ങളിൽ വിശദീകരിച്ചാണ്. ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം കോടതി പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പര ഇഷ്ടത്തോടു കൂടി ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഒരുത്തൻ്റെ മണ്ടേ മാത്രം കൊണ്ട് ഇതൊക്കെ കെട്ടിവെക്കുന്ന ഈ ഒരു അലിഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് നിർത്താൻ കോടതി വരെ പറഞ്ഞതാണ്. എന്നിട്ടും എന്തായാലും നിങ്ങളൊന്ന് വാർത്ത ഒന്ന് കണ്ടു നോക്കേ. കോടതി നോട്ടീസ് അത് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാകണമെന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അഭിഭാഷകനോ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിബിൻ JB ചേരുന്നു. ജിബിൻ, നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യഘട്ടത്തിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി സാക്ഷികളെയോ ഈ പറയുന്ന അതിജീവിതമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നാണ്. പക്ഷേ നിർബാധം അത് ലംഘിച്ചിരിക്കുന്നു. ഈ പറയുന്ന അതിജീവിതയെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു പരാതി എപ്പോഴാണ് വന്നത്? എന്തൊക്കെയാണ് നോട്ടീസിന്റെ മറ്റു വിശദാംശങ്ങൾ? സുഹൈൽ, ഈ മാസം 17-ാം തീയതിയാണ് ഈ രണ്ടാമത്തെ പീഡന പരാതി നൽകിയിരിക്കുന്ന യുവതി SIT വിവരം അറിയിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഫോണിൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വിവരം SITയിൽ ഒരു പരാതിയായി നൽകുന്നത്. തുടർന്ന് ഈ വിവരം SIT ആണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് കോടതി ധരിപ്പിച്ചത്. കാരണം ഈ രണ്ടാമത്തെ പീഡന കേസിൽ രണ്ടാമത്തെ മാത്രമല്ല, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ പരാതിയിലും രാഹുലിന് ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥയെ വെച്ചിരുന്നത് ഈ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പരാതിക്കാരിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് ഈ പെൺകുട്ടി ഫോൺ എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പരാതിയായത് SIT അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിവരം കോടതി അറിഞ്ഞതിന് പിന്നാലെയാണ് കോടതി നേരിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കത്തയച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിലോ അഭിഭാഷകനോ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണും. ഓക്കെ, അപ്പോൾ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിത എന്ന് വിളിക്കുന്ന ഇവർ രാഹുലിനെതിരെ SITക്ക് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ, ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. രാഹുലിനെ എന്തിന് രാഹുൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, രാഹുൽ വിളിക്കാൻ ശ്രമിച്ചു, അതും ശ്രമിച്ചെന്നാണ് പലയിടത്തും പറയുന്നത്. പരാതിയിൽ പറയുന്നത് ശ്രമിച്ചെന്ന്, അപ്പോൾ വിളിച്ചിട്ടില്ല, ശ്രമിച്ചതേ ഉള്ളൂ. അതെങ്ങനെ നിങ്ങളറിഞ്ഞു? രാഹുൽ അവിടെ നിന്ന് വാട്സാപ്പിനകത്ത് നിങ്ങളെ നമ്പർ എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്നോ? രാഹുൽ മാങ്കൂട്ടം എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു, എന്നെ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ സ്വപ്നം വല്ലതും കണ്ടോ? ഇത് എന്ത് വാടേ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടോയെന്നാണ് എനിക്ക് സംശയം. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. കാരണം എല്ലാത്തിനും ഒരു അവസാനം ഇല്ലൂടെ. ഇനി ഇതാരും വിശ്വസിക്കത്തില്ല. ഇവിടെ ഫോണിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നോക്കുന്നത്. രാഹുലിൻ്റെ ഫോൺ കിട്ടിയതിന് ശേഷം അതിനകത്ത് കിടക്കുന്ന പല സ്ക്രീൻഷോട്ടുകളും ഡിലീറ്റ് ആക്കാം, നശിപ്പിച്ച് കളയാം. രാഹുലിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ അത് എഡിറ്റ് ചെയ്ത് അത് രാഹുലിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ചിലപ്പം ലീക്കാക്കാം. അങ്ങനെയൊക്കെയുള്ള ഐഡിയ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും SITക്ക് രാഹുലിൻ്റെ ഫോണ് വേണം. അതിനുള്ള പരിപാടിയാണ്. ഇവിടെ അതിജീവിതയെ വിളിച്ചു എന്ന് പറഞ്ഞ് കോടതിക്ക് പരാതി കൊടുത്ത് കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് SITക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, വിളിച്ചത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വിളിച്ചതിൻ്റെ തെളിവ് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് കൊടുപ്പിക്കാനുള്ള പരിപാടിയാണ് ഇതിനകത്ത് കളിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ രാഹുലിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇനി സാധ്യമാകൂ കേട്ടോ. കാരണം പുള്ളിക്കാരനെ എത്രത്തോളം നശിപ്പിക്കാമോ അങ്ങേയറ്റം നശിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം ഈ സ്വതന്ത്രനായിട്ട് ഇവിടെ പാലക്കാട് നിൽക്കുമെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് പുതിയ കഥയുമായിട്ട് വന്നേക്കുന്നത്. അതിജീവിതയെ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാക്കി തീർത്ത് വീണ്ടും ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ ഈ നാളുവഴികൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക. എലക്ഷൻ വരെ നിങ്ങൾ നോക്കിക്കോ, എലക്ഷൻ വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് രംഗത്ത് വരത്തേയില്ല. നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഈ രാജൻ ജോസഫ്, റിനി ഇവരൊക്കെ അങ്ങ് ഒതുങ്ങി സൈഡായി.
ഇവര് എന്താണോ ഉദ്ദേശിച്ചത് ഇവരെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാജൻ ജോസഫിന്റെ കാര്യം പിന്നെ പറയണ്ട. പുള്ളി എവിടുന്നോ ആരോ കൊടുത്ത കുറെ പൈസ മേടിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്രത്തോളം സംസാരിക്കാവോ അത്രത്തോളം പുള്ളി സംസാരിച്ചു. ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയാക്കിയാണ് ഇവന്മാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. എന്ത് ധാർമ്മികതയാണ് സമൂഹത്തിനോട് ഇവന്മാരൊക്കെ കാണിക്കുന്നത്. ഒരാള് എന്നിട്ടും അവസാനം ഇവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ അവൻ പറഞ്ഞാൽ രാഹുലിനെയും ഷാഫിയെയും ഞാൻ നേരെയാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലാതെ ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവരെ നേർവഴിക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചതെന്നാണ് ഇവനൊക്കെ പറയുന്നത് ചാനലുകളിൽ കയറി നിന്നിട്ട്. അവസാനം എന്നിട്ട് കണ്ടില്ല ഇപ്പം ഒരാഴ്ച 2 ആഴ്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും വരുന്നില്ല. സ്ഥിരമായിട്ട് രാഹുലിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 1-2 ചാനലുകാരുണ്ട്. അതിനകത്തൊന്നും ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇല്ല. കാരണം രാഹുൽ മാങ്കൂട്ടം 10 കോടിക്ക് നഷ്ടപരിഹാരം ഷഹനാസിനെതിരെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇവൻ്റെ ഒന്നും ഒരു വിവരവുമില്ല. പേടിച്ച് എല്ലാം മാളത്തിൽ കയറി ഒളിച്ചു. കാരണം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം പരാതിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇവൻ്റെയൊക്കെ കയ്യിൽ ഒരു തെളിവ് കാണത്തില്ല, ഒരു പൂച്ചപ്പൂട പോലും കാണത്തില്ലെന്ന് വ്യക്തമായിട്ട് ഇവന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നൈസായിട്ട് ഇവന്മാരൊക്കെ പിൻവലിഞ്ഞത്. കാരണം പണി കിട്ടുമെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷമാണ് ഇവനൊക്കെ മാറിയത്, പിൻവലിഞ്ഞത്. കാരണം ഇവൻ്റെ കയ്യിലൊന്നും ഒരു തെളിവുമില്ല. ഇവനൊക്കെ പറയുന്ന പച്ചക്കള്ളമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, പാലക്കാട് സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്നാണ് എല്ലാ ആളുകളെയും ആഗ്രഹം. ഇനി ഞാനിവിടെ ഷഹനാസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വേലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് സ്വയമേ അങ്ങ് വെളുപ്പിക്കാൻ നോക്കുവാണ്. ഞാൻ വലിയ കോൺഗ്രസ്സുകാരിയാണ്, ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന നന്മമരമാണ്, ഞാൻ പറയുന്നതെല്ലാം സത്യമായതുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം എനിക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എനിക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്തതെന്നൊക്കെയാണ് ഈ ഷഹനാസ് ഇപ്പം പല ചാനലുകളിൽ വന്നിരുന്ന് വെളുപ്പിക്കുന്നത്. ഇപ്പം കണ്ടാണല്ലോ ആ എഴുത്തുകാരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അയാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി മുങ്ങി എവിടേക്കോ പൊങ്ങി അവസാനം വന്ന് ഈ പ്രസ്ഥാനത്തിലേക്കും കയറി അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ പുള്ളിക്കാരിയുടെ ചൊൽപ്പടിക്കൊത്ത് നിൽക്കാത്ത ആളുകളെല്ലാം പുള്ളിക്കാരി അതും ഇതും പറഞ്ഞ് മോശക്കാരനാക്കാനാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ല, അതാണ് നമ്മളിവിടെ കണ്ടത്. ഇപ്പം രാഹുലിനെ പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല, അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന ഒരു രീതിയിലാണ് അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു കള്ളപ്പരാതിയുമായിട്ട് പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഇത്രമാത്രം ആക്ഷേപിച്ച് ഇത്രമാത്രം അടിച്ചമർത്തി സംസാരിച്ച് പബ്ലിക്കിലൊക്കെ വന്നത് സംസാരിച്ച് ഇവർക്കെതിരെ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പോലും നടപടി എടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളെല്ലാം ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എങ്ങനെയെങ്കിലും പുഴുതെടുത്ത് വെളിയിൽ കളയണം. ഇപ്പം ഭരണപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഈ ഇലക്ഷനോടുകൂടി അല്ലെങ്കിൽ അടുത്തൊരു ഭരണം കൂടി അവർക്ക് നേടാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങനെ കിട്ടുന്ന എല്ലാ ചാൻസുകളും അവർ മുതലെടുക്കും. അപ്പം അതിനൊത്തു നിന്നാണ് ഈ പ്രതിപക്ഷവും കൂടെ ഈ രാഹുലിനെ എടുത്ത് പുറത്ത് കളയാൻ, രാഹുലിനെ അടിച്ചിതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാഹുൽ എന്നൊരു വ്യക്തി ഈ എലക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭരണപക്ഷത്തിന് അത് ഭയങ്കര അടി തന്നെയായിരിക്കും. കാരണം രാഹുൽ എന്നൊരു വ്യക്തി പബ്ലിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു എലക്ഷൻ സമയത്ത് ഇവർക്കെതിരെ സംസാരിക്കുന്ന വാക്കുകളും സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുമ്പക്കൂട്ടി ചിന്തിച്ച് വെച്ചിട്ടാണ് ഭരണപക്ഷം രാഹുലിനെതിരെ കളിക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇപ്പം പ്രതിപക്ഷം കൂടെ കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പുള്ളിക്ക് ആർക്കും ഒരു തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ പുള്ളിക്ക് സംഭവിച്ചത് വ്യക്തിപരമായിട്ടുള്ള തെറ്റാണ്, അല്ലാതെ പാർട്ടിപരമായിട്ടുള്ള തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ആരോപണം പോലും വരാൻ പാടില്ല. പക്ഷേ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര ആളുകൾ ഇപ്പോഴും ഭരണപക്ഷത്ത് മുകേഷ് ഇരിക്കുന്നുണ്ട്, ഗണേഷ് ഇരിക്കുന്നുണ്ട്, എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ശശി ഇരിക്കുന്നുണ്ട്, എത്ര ആളുകൾ ഇപ്പോഴും മന്ത്രി കസേരയിലും MLA കസേരയിലും കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ഉൾപ്പെടെ പുറത്താക്കണം. അവർ ഇപ്പം നീതി എന്ന് പറഞ്ഞൊരു സാധനം തുല്യമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്തൊന്നും ആരും ഒറ്റ മനുഷ്യരും കാണത്തില്ല അല്ലേ. ഇവിടെ എല്ലാവരും അങ്ങോട്ട് പെർഫെക്റ്റ് ആണെങ്കിലും 100% പെർഫെക്റ്റ് ആണെങ്കിൽ ആരെങ്കിലും മന്ത്രിസ്ഥാനത്ത് കാണുമോ? ഇല്ല. അപ്പം ആ ഒരു തെറ്റ് ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വരാനൊക്കെ ഉള്ളൊരു അവസരവും കൂടെ ചാൻസും കൂടെ അവർക്ക് കൊടുക്കണം അല്ലേ. ഇനി ഞാനിവിടെ ഷഹനാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈബർ ഇടത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് തെളിയിച്ച കുറച്ച് യുവ നേതാക്കന്മാരുണ്ടായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, ആ രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള വലിയ അവർ ചെയ്യുന്ന ഏറ്റവും അനീതികൾ തുറന്നു കാണിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യർ വന്ന കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്.
ഒരു കള്ളവും ഒരു പീഡനവും ഒരു മനുഷ്യനും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അതിന് എതിരെ ഇരയായിട്ടുള്ള സ്ത്രീകൾ തുറന്നു പറയുന്ന ഒരു കാലമാണിത്. ആ കാലത്ത് ഞങ്ങൾ സൈബർ ഇടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വലിയ നേതാക്കന്മാരാവാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉത്തരം നൽകിയ ഒരു കാലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് എന്താ പറയാ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം ചില നേതാക്കന്മാർ, എനിക്കറിയുന്ന നേതാക്കന്മാരൊക്കെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം സൈബർ ഇടത്തിൽ തന്നെയായിരുന്നു. അപ്പൊ അവർ നടത്തുന്ന അനീതികളും സൈബർ ഇടത്തിൽ തന്നെ അവര് അത് ഒരു ഗംഗയിലൊക്കെ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തുന്നു എന്നതുപോലെ സൈബർ ഇടത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്താം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അതിനെ പൊളിക്കുക എന്ന് പറയുന്നതാണ് ഞാനടക്കമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടും അതുപോലെ ഷാഫി പറമ്പിലിനെ പറ്റിയിട്ടും സ്വന്തം പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ, ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന യുവ നേതാക്കളായിട്ടുള്ള MLA-മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിന്ന് കയറി മേലോട്ട് വന്നിട്ടുള്ള വ്യക്തികളായിട്ടുള്ള ഷാഫി പറമ്പിലിനെ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടാണ് അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത്. അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കേട്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് കാണിച്ചു തന്ന യുവ നേതാക്കൾ എന്നാണ് പറയുന്നത്. അത് ഈ രണ്ട് വ്യക്തികളെയാണ് പറയുന്നത്, ഷാഫി പറമ്പിലിനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും. ഇവരെ കൂടെ നിന്നിട്ട് ഇവരെ കൂടെ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഇവർ ജയിച്ചു വരണം, ഇവരെ കൂടെ കൂടിയിട്ട് ഒരു പേരും അത്യാവശ്യം ഒരു റീച്ചും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് അവസാനം ഇതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് ഈ ഷഹനാസിൻ്റെ തനിക്കോണം മനസ്സിലാക്കിയ ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടവും ഷഹനാസിനെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇവരെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ അകറ്റി നിർത്തിയതിൻ്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് അവർ കയറിയിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പല ആളുകളെയും കാലും കൈയും പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊന്ന് ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം BD സതീശനെ പോലെയുള്ള ആളുകളും രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ മയങ്ങി അതിനകത്ത് വീണെന്നിരിക്കും. പക്ഷേ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമോ ഇവരെ ഈ പുട്ടിയടിച്ച ചിരിക്കകത്ത് മൈദാമാവ് വാരിത്തേച്ച ചിരിയുണ്ടല്ലോ, അതിനകത്ത് വീഴാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ വൈരാഗ്യമാണ് ഇവർക്കിപ്പം ഈ യുവ നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ഉള്ളത്. പിന്നെ ഇവർ പറഞ്ഞല്ലോ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ സ്വന്തം പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന ഇവർ തന്നെ, ഈ പ്രസ്ഥാനം ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പല സ്ഥലങ്ങളിലും പറയുന്ന കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തിനെ തന്നെ കരിവാരി തേക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ കോൺഗ്രസ്സുകാരിയല്ല. ഞാനുള്ള കാര്യം ഞാൻ പറയാം, ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല. പക്ഷേ നമ്മൾ അനീതി കാണുന്നിടത്തും ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണുന്നിടത്തും എന്ന് വെച്ചാൽ തെമ്മാടിത്തരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു നിലപാടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് സംസാരിച്ച് പോകുന്നതാണ്. അല്ലാതെ ഞാനൊരു പാർട്ടി, ഇപ്പം ചില ആളുകൾ വിചാരിക്കും ഞാനൊരു കോൺഗ്രസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കോൺഗ്രസ്സുകാരനാവാനാണ് ചാൻസ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടായിരിക്കും. ഒരിക്കലും അല്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെയും അതുപോലെ ആ വ്യക്തി ഇത്രയും നാളും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ കാണുമ്പോഴത്തേക്ക്, കാരണം ഈ ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം തകർത്ത് കളയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ സംസാരിച്ച് പോകുന്നതാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഈ ഷഹനാസ് ഒരു കോൺഗ്രസ്സുകാരി അല്ല. പുള്ളിക്കാരി ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ചാരപ്പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഊറ്റി എവിടേക്കോ കൊണ്ട് പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പല ആളുകളെയും തകർക്കാനെ കൊണ്ടാണ് ഇപ്പം ഈ ഷഹനാസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് ആദ്യം ഷാഫി പറമ്പിലിനെ പിടിക്കാൻ നോക്കി നടന്നില്ല. അത് രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫിയിലോട്ട് കയറാനാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, അതുപോലെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത്. ഇത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിന് പിന്തുണയുമായിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്.